ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരിയോം ഹരിയോം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരം? അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് പോവുകയാണ്. ഭഗവാന്റെ അടുത്തേക്ക് എത്താണ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നോടൊപ്പം തന്നെ എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും കുറച്ച് നിമിഷത്തേക്ക് എന്നോടൊപ്പം തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് ആ ഗുരുഭവനപുരിയിലേക്ക് നമുക്ക് എത്താം കേട്ടോ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് നമുക്ക് കാണണ്ടേ. എങ്ങനെയാണ് ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നുണ്ടാവുക? അത്ഭുതമാണല്ലേ, ആകാംക്ഷയാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നമുക്ക് ഇങ്ങനെ കാണാണ്, പൊന്നുണ്ണിക്കണ്ണനെ കാണാം നമുക്ക്. അങ്ങനെ നമ്മളിന്ന് ഭഗവാന്റെ അടുത്തെത്താണ്. കൊടിമരത്തിൻ്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നിരക്കുന്നത് നമ്മളെ മനസ്സിലേ പോകുന്നത്. എല്ലാവരുടെയും മനസ്സാണ് എന്നോടൊപ്പം തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ നമുക്കിന്ന് കാണാനായിട്ട് നമ്മളിന്ന് ശ്രീലകത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് അല്ലേ. അങ്ങനെ ചെന്ന് ഇങ്ങനെ ഉച്ചപൂജ നടടച്ച് തുറന്നതിന് ശേഷം പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത്? അതാ നിൽക്കുന്നു, കാളിയമർദ്ദന ഭാവത്തിലാണെന്ന് നിൽക്കുന്നത് കേട്ടോ. കാളിയമർദ്ദന ഭാവം എന്ന് പറയുന്നത് പൊന്നുണ്ണിക്കണ്ണൻ കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്, 3-3.5 വയസ്സുള്ള കൊച്ചാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ കാളിന്തി നദിയിൽ ഇങ്ങനെ തൻ്റെ ഗർവോടുകൂടി നടന്നിരുന്ന ഒരു സർപ്പമാണ് കേട്ടോ. ആ പാമ്പിൻ്റെ മുകളിൽ അതാ പിടിച്ച് കയറി അങ്ങനെ ആ കാളിയൻ്റെ മുകളിൽ ഇങ്ങനെ ഓടി കയറി അങ്ങനെ കയറി നിൽക്കുകയാണ്. എന്താ പറയുക, എല്ലാവരും യശോദാമ്മയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്താ ഈ ഉണ്ണി ചെയ്യണേന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കയറി നിൽക്കുകയാണ്, കാളീൻ്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ വാലിങ്ങോട്ട് ചുഴറ്റി പിടിച്ചങ്ങനെ ഇട്ടത്തെ കയ്യിലിങ്ങോട്ട് നല്ല ബെല്ലായിട്ടാണ് പിടിച്ചാണ്ട് അങ്ങനെ വാലങ്ങനെ കൂട്ടി പിടിച്ചാണ്ട് വെച്ചേക്കാണ്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അതാ നൃത്തം ചെയ്യുന്നു. അതാണ് നമ്മുടെ കാളിയമർദ്ദന. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ കാളിയമർദ്ദന ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ കാണാനായിട്ട് വളരെ സന്തോഷവാനാണ്. പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ആ ലാസ്യഭാവം ഒന്ന് നോക്കൂ, ആ കണ്ണിലേക്കൊന്ന് നോക്കൂ, ആ പുഞ്ചിരി ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവരും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്, ഓരോ കാലുകളിങ്ങനെ വെക്കുന്നുണ്ട്. കാളിയനാകട്ടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇതിപ്പോൾ എന്താ, ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ എന്നുള്ള ഭാവത്തിലാണ് കാളിയൻ. പക്ഷെ ഓരോ കാൽപാദങ്ങളും ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഓരോ കാൽപാദങ്ങളിങ്ങനെ ആ ശിരസിലിങ്ങനെ അമർന്ന് പോകുമ്പോഴത്തേക്കും കാളിയൻ ചിന്തിക്കേണ്ട, അയ്യോ ഇത് നിസ്സാരമായൊരു കാൽപാദമൊന്നും അല്ല കേട്ടോ, ഇതെന്തോ കിൻഡൽ കണക്കിന് വെയിറ്റുള്ളൊരു കാൽപാദമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് കാളിയൻ. ഇത് സാധാരണയായിട്ടുള്ള ആരുമല്ല, നിസ്സാരക്കാരനുമല്ല, ഇതെന്തോ വലിയൊരു പ്രപഞ്ച ശക്തിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് കാളിയൻ. അങ്ങനെ കാളിയൻ അങ്ങനെ തലകുനിച്ചു പോകുന്നു കേട്ടോ. കാളിയൻ ആ ഒരു ഭഗവാന്റെ ആ കാൽപാദങ്ങളേറ്റ് ആ നൃത്തച്ചുവടുകളേറ്റ് അങ്ങനെ കാളിയൻ ഇങ്ങനെ തല കുനിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന ആ ഭാവത്തിൽ ആ മനോഹരമായ രൂപത്തെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ എന്തൊക്കെയാണുള്ളത്, അരമണി കിങ്ങിണി കാൽത്തളകളൊക്കെ ഇങ്ങനെ വനമാല ഉണ്ടമാലയൊക്കെ എന്താണ്, ആ ഉണ്ടമാലയൊക്കെ തുളസി തെച്ചി ഒക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ പിച്ചിപ്പൂവൊക്കെ അടർന്നുള്ള ആ താമര പൂക്കളൊക്കെ കൂടി ഇങ്ങനെ കലർത്തിയിട്ടുള്ള ആ ഉണ്ടമാലയൊക്കെ ഇങ്ങനെ തിമിർത്താടാണ്, കാറ്റിലിങ്ങനെ പറക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ അങ്ങനെ പറന്ന് പോകണം, മാലയൊക്കെ ഇങ്ങനെ കഴുത്തിലൊന്നല്ല കിടക്കണം. അങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഒരു നൃത്തത്തിൻ്റെ ഭാവം അങ്ങനെയാണ് കേട്ടോ. കാണാനായിട്ട് എന്താ വല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഭഗവാന്റെ ആ ഭാവമാണ് നമ്മൾ കാണുന്നത്. തലയിൽ ഇങ്ങനെ പീലി വെച്ച് മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ ആ നൃത്തത്തിൻ്റെ ലാസ്യഭാവത്തിൽ തന്നെ പറന്നു പോകുന്ന ഭാവമാണ് കേട്ടോ. അങ്ങനെയാണ് തലമുടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ മയിൽപ്പീലി അങ്ങനെ ഇളക്കി ആടുന്നുണ്ട്, അങ്ങനെയല്ലേ പറയേണ്ടത്, അങ്ങനെ ഇളകി ആടുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഓടക്കുഴൽ വലത്തെ കയ്യിലും ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ ആ ഓടക്കുഴലും പിടിച്ചുകൊണ്ടാണ് കേട്ടോ നൃത്തം ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ള ആ നൃത്ത ചുവടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഹരേ കൃഷ്ണ അങ്ങനെയുള്ള ഭഗവാന്റെ കാളിയമർദ്ദന രൂപത്തിലുള്ള ആ ഭാവം കാണുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് ഇങ്ങനെയാണ്, നമ്മൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ നമുക്ക് പോവാം. ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഭഗവാന്റെ ഓരോ ഭാവത്തെയും ശ്രീലകത്ത് നമ്മൾ കാണുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ഓരോ ഭാവത്തെയും നമ്മൾ ജീവിതത്തോട് കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ദൃശ്യഭംഗികളും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തരണം. കാരണം എന്താണ്, ഇത് ആ കാളിയൻ്റെ അഹങ്കാരത്തിൻ്റെ മുകളിലാണ് നൃത്തം ചെയ്യുന്നത്. അഹങ്കാരത്തെ ഇല്ലാതാക്കാനായിട്ട്, ആ തിന്മയൊക്കെ ഇങ്ങനെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട്, ആ തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ആ നന്മയെ അവിടെ വരുത്താനായിട്ട്, അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ആ തിന്മയെ, ആ കാളിയൻ എന്ന അഹങ്കാരത്തെ കുറച്ചൊന്ന് ശമിപ്പിക്കണം എന്ന് പ്ലാൻ ഉണ്ട് അല്ലേ. അപ്പോൾ കാളിയൻ്റെ അഹങ്കാരത്തെ കുറച്ചൊന്ന് ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ അതാ കയറി നിന്ന് നൃത്തം ചെയ്യുന്നു. ആ സന്തോഷത്തോടു കൂടി അങ്ങനെ നൃത്തം ചെയ്യുകയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ആ പൊന്നു പാദസരമൊക്കെ ഇളകി ആടുന്നുണ്ട്, അരമണിക്ക് ഇങ്ങനെ ഇളകി ആടുന്നുണ്ട്. കഴുത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണമാലയും ഒക്കെ 2-3 തരം ഉണ്ടമാലയും വനമാലയും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇളകി ആടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ ജീവിതമാകുന്ന ആ കാളിയനെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ജീവിതമാകുന്ന കാളിയനെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ടുള്ള സർവ്വ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്താണ്, ഈ ഒരു കാളിയനാണ്. അതനുഭവിക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? അനുഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജീവിതത്തിൽ പല സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാളിയനെ നമ്മൾക്ക് നേരിടേണ്ടി വരും. ജീവിതമാകുന്ന കാളിയനെ നമ്മൾക്ക് നേരിട്ടേ പറ്റൂ. ആ സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മൾ ആ സങ്കടങ്ങളൊക്കെ ആരെ ഏൽപ്പിക്കുന്നു? അതാ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ അതാ തയ്യാറായി നിൽക്കുന്നു. ആ കാളിയന്മേൽ നൃത്തമാടാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഉച്ചപൂജ അലങ്കാരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. അതാ നമ്മുടെ ജീവിതമാകുന്ന കാളിയൻ്റെ മേളിൽ നിന്നുകൊണ്ട് സശാൽ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ ഇങ്ങനെ നയിക്കുന്നു, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് എന്ത് സങ്കടങ്ങളും ദുരിതങ്ങളും വന്നാലും ഭഗവാൻ ഉണ്ട് കൂടെ എന്ന് ഉറപ്പിക്കുക. തീർച്ചയായിട്ടും കണ്ണനുണ്ട് കൂടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ സന്തോഷം വരാനായിട്ട്, സന്തോഷത്തെ കൊണ്ടുവരാനായിട്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അങ്ങനെയല്ലേ വേണ്ടത്. ആ ജീവിത ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ കടന്ന് കയറാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭഗവാന്റെ ഈ ഒരു കാളിയമർദ്ദനം എന്നുള്ള ആ അവതാരം, ആ രൂപം, ആ നൃത്തം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഏത് കാളിയെന്നല്ല, എന്ത് വന്നാലും നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി, ഓരോ ഇഴകളായിട്ടല്ലേ, കുറേ തലകളൊക്കെ ഉണ്ടല്ലേ, ശരി, അങ്ങനെ ഓരോ പാമ്പിനെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റിക്കൊണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഓരോന്നിനെയും മാറ്റിക്കൊണ്ട് നമുക്കങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണ്ടേ. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കാളിയമർദ്ദന ഭാവത്തെ ഞാൻ കാണുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ, പൊന്നുണ്ണിക്കണ്ണനെ നമുക്കൊന്ന് കാണാനായിട്ട് ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമുക്കിന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിൽ എന്നോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഐശ്വര്യങ്ങളുണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ വേദനകളൊക്കെ ഒരുപാട് പേര് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉച്ചപൂജ അലങ്കാരത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ പറയാറുണ്ട്. ദുരിതങ്ങളും കഷ്ടപ്പാടൊക്കെ ആയിട്ട് മനസ്സൊക്കെ ഇങ്ങനെ ആകെ തകർന്നുകൊണ്ട്, ഏകദേശം എന്നെ പോലെയൊക്കെ ഇങ്ങനെ ആകെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച് തകർന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ.
സത്യത്തിൽ ഞാനും അഷ്ടമി രോഹിണിക്ക് ഗുരുവായൂർ പോയിരുന്നു ഭഗവാനെ കാണാൻ. ഒന്നും ആലോചിച്ച് നോക്കി, എങ്ങനെ പോകാൻ സാധിക്കുന്നത് അത്ഭുതമാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറി വരുന്നുള്ളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറാൻ സാധിക്കട്ടെ എല്ലാവർക്കും. അതാണ് എനിക്ക് പറയാനുള്ള. എന്നെ ഒന്ന് നോക്കൂ, എന്നെ കണ്ടു നോക്കൂ, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തർക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും കണ്ണൻ അറിയാതെ, ഭഗവാൻ അറിയാതെ നമുക്ക് ഒന്നുമില്ല കേട്ടോ. എല്ലാം ഭഗവാനാണ് നമുക്ക് മാറ്റിത്തരുന്നത്. അങ്ങനെ കണ്ണൻ നമ്മളെങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ആ കാളിയനെയൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, കാളിയനെ ഓടിച്ചുകൊണ്ട്, കാളിയൻ്റെ അഹങ്കാരത്തെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിലിങ്ങനെ ഇരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അങ്ങനെയാണ്, കാളിയനല്ല, എന്ത് വന്നാലും നമ്മളെല്ലാം നേരിടും എന്നുള്ള ആ മനസ്സിൻ്റെ ഒരു ശക്തി, ഒരു ബലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ ഒപ്പമുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് കണ്ണനുണ്ട്. നമ്മളെ ചേർത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണൻ ഒപ്പമുണ്ട് എന്ന് ഇങ്ങനെ തട്ടി പറയുകയാണ് നമ്മളോട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? നമ്മുടെ കൂടെ ഇങ്ങനെ സാക്ഷാൽ ഭഗവാൻ നമ്മളോടൊപ്പം ഇരുന്നു കൊണ്ട് ഇങ്ങനെ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെയുള്ളത് ഇത്രയും വലിയൊരു മഹാഭാഗ്യമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് ശ്രീലകത്തുനിന്ന് ഭഗവാൻ ഇങ്ങനെ തൃപ്പാദങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് അങ്ങനെ നമ്മളിന്ന് തിരിയാണ്. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിന്ന് ശ്രീലകത്ത് നിന്ന് ഇങ്ങനെ ഭഗവാന്റെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ മനോഹരമായ ആ രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ചിരിക്കുന്ന മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നൃത്തത്തിൻ്റെ ശക്തി ഒന്ന് മനസ്സിലാക്കുക. നമുക്കും ഇതുപോലെ ഭഗവാൻ ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നേരിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എന്നോടൊപ്പം വന്ന ശ്രീലകത്തേക്ക് എത്തിയ എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒപ്പം എത്തിയ എല്ലാവർക്കും ഭഗവാനെ കാണാൻ സാധിച്ച, മനസ്സുകൊണ്ട് കാണാൻ സാധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ശ്രീലകത്ത് നിന്ന് തിരിയാണ്. അങ്ങനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വരം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരിയോം ഹരിയോം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വരം. ഓക്കേ.